നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്താണ്, അതുകൊണ്ട് എന്തൊക്കെ മെച്ചങ്ങളാ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ 40 days ഒരു മൈൻഡ്ഫുൾനെസ്, ആ മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു ആർട്ട് പഠിച്ചെടുക്കാനാ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് അറിയണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് മൈൻഡ്ഫുൾനെസ്, അത് എങ്ങനെയാണ് അല്ലെ, അതുകൊണ്ട് എന്താ മെച്ചമുള്ളത്, അല്ലെ, അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ എല്ലാ മനുഷ്യരും പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ആൻസൈറ്റി കാര്യങ്ങൾ, മാനസികമായിട്ട് വിഷമമുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കല്ലേ ചെയ്യേണ്ടത്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാലോ. നമ്മൾ പലപ്പോഴും പലതും ചെയ്യുമ്പോൾ ഇതൊക്കെ അല്ലെ, നമ്മൾ കൗൺസിലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കല് എങ്ങനെ അത്രയും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെ അല്ലേ ഉള്ളത്. അല്ലാത്ത ആളുകൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറയല്ലോ. പക്ഷെ എല്ലാ മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, നമ്മളെ ഹൃദയം ശുദ്ധിയാക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് എല്ലാവർക്കും അല്ലെ, എല്ലാവർക്കും വേണ്ട ഒരു കാര്യം. നമ്മുടെ ഹൃദയം എപ്പോഴും പ്യൂരിഫൈ ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പൊ അത് എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള കാര്യമാണ്. അതിങ്ങനെ ഡിപ്രഷൻ ഉള്ളവർക്ക്, ആൻസൈറ്റി ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നമുള്ളവർക്ക്, ഇന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ മനുഷ്യർക്കും അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, ഇനി നമ്മൾ അതിന്റെ ആവശ്യകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആവാൻ പറ്റും, അതിലേക്കുള്ള ഓരോ കാര്യങ്ങളാണ് ഇനിയുള്ള നെക്സ്റ്റ് ഓരോ സെഷനുകളിൽ നമുക്ക് പറയാം എന്നുള്ളതാ. അപ്പൊ ഓരോരോ ടാസ്കുകളായിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് കേട്ടവരുണ്ടാവും, പക്ഷെ എന്നാലും നിങ്ങളെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്ന രൂപത്തിൽ ഇരിക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് അല്ലെ എല്ലാ മാസവും ഇതേപോലെ ഓരോരുത്തർ വന്നിട്ട് ഞാൻ എല്ലാരോടും പറഞ്ഞു കൊടുക്കുന്നത് ഒരേ കാര്യം, പക്ഷെ എല്ലാരോടും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്നെ കൂടി വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ മനുഷ്യരാണ്, മറന്നു പോകും അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു empty കപ്പായിട്ട് അല്ലെ, നമ്മൾ പുതുതായിട്ട് കേൾക്കുകയാണ്. ഇത് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ഒന്നും കൂടി ഒന്ന് നെർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് നന്ദി പറയാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും നന്ദി, നമ്മൾ പറയാറുണ്ടാവും അല്ലെ. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കൊണ്ടു തരുമ്പോൾ നമ്മൾ താങ്ക് യു പറയും. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അതും അല്ലെങ്കിൽ ദിവസവും 5 നേരം ഉണ്ടാവും, 33 തവണ അല്ലെ, എന്തിനോ വേണ്ടി അങ്ങനെ 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 പറഞ്ഞു പോയിണ്ടാവും ഒരു കർമ്മം കഴിക്കാന്നുള്ളത്. അപ്പോ നമ്മളെപ്പോഴും പറയലുണ്ട്, ദൈവിക സ്മരണ ഇല്ലാതെ മനുഷ്യ മനസ്സിന് സമാധാനം കിട്ടൂല. മനുഷ്യ മനസ്സിന് സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ ദൈവിക സ്മരണ വേണം. പക്ഷെ നമ്മുടെ സ്മരണ, നാമം ജപിക്കുന്നതായിക്കോട്ടെ, ദിക്റ് ചൊല്ലുന്നതായിക്കോട്ടെ, നമ്മുടെ സ്മരണ വെറും നാവ് അറിഞ്ഞിട്ടാണോ അതോ നമ്മളെ ഹൃദയം അറിഞ്ഞാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നാവ് മാത്രമാണോ അറിയുന്നത് അതോ ഹൃദയം കൂടി അറിഞ്ഞിട്ടാണോ? അപ്പൊ എന്നും നമ്മൾ ചെല്ലുന്ന അല്ലെ അൽഹംദുലില്ലാ എന്നാണെന്നുണ്ടെങ്കിൽ അല്ലെ, താങ്ക് യു പറയുന്നതാണെങ്കിലും അത് നമ്മൾ മനസ്സറിഞ്ഞിട്ടാണോ പറയുന്നത്, അതോ നമ്മൾ ചെറുപ്പം തൊട്ട് ഇങ്ങനെ നമ്മളെ ശീലിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അത് പ്രോഗ്രാംഡ് ആയിട്ട് കയറിയിട്ട് അത് അങ്ങനെ ചെയ്യുന്നതാണോ, എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ ബാക്കിയുള്ളവരെ വിലയിരുത്താൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും അല്ലെ. മറ്റുള്ളവരുടെ സ്വഭാവങ്ങള്, അവരെന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ അല്ലെ, ബാക്കിയുള്ളവരുടെ കുറ്റങ്ങള് കുറവുകളും മേന്മകളും എല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. നമ്മളെ കാര്യം നോക്കാതെ ബാക്കിയുള്ളവരെ നോക്കി നടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മാറ്റം നമ്മളെ വീട്ടിൽ നിന്ന് വേണമെന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്നല്ല, നമ്മളെ സ്വയത്തിൽ നിന്ന് മാറ്റം തുടങ്ങണം. അപ്പൊ ഏതൊരു കാര്യത്തിനും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറ്റങ്ങളും കുറവുകളും നോക്കുന്നതിന്റെ പകരം നമ്മൾ നമ്മളിലേക്ക് നോക്കാം. നമ്മളിൽ എന്തൊക്കെ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, അത് നികത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മനുഷ്യനാണ്, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. എല്ലാരും പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല എന്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, അത് അക്സെപ്റ്റ് ചെയ്യാം. നമ്മളിൽ എന്തൊക്കെ കുറവുകളുണ്ടോ അതെങ്ങനെ നമുക്ക് നികത്താൻ പറ്റും അത് നോക്കാം. മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സുണ്ട്, നമ്മുടെ ശരീരമുണ്ട്, അതേപോലെ നമ്മളെ ഊർജ്ജമുണ്ട്. നമ്മള് ഈ എപ്പോഴും ഓവർ തിങ്കിങ്, ആവശ്യമില്ലാത്ത ചിന്തകള്, അനാവശ്യമായിട്ടുള്ള പേടി, ആവശ്യമില്ലാത്ത ടെൻഷന്, ഇതുപോലൊക്കെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എനർജി അത്രയും ലോലാണ്. നമ്മൾ വൈബ്രേഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത്. ഇതേ സിറ്റുവേഷനിലൂടെ ചിലപ്പോൾ മുന്നേ പല അവസ്ഥകളിലും കടന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഭയങ്കര ബോൾഡ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. അന്ന് നമ്മളെ എനർജി ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോ നമ്മുടെ എനർജിയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. നമ്മൾ ഏത് എനർജിയിലാണ് നിൽക്കുന്നത്, അല്ലാതെ നമ്മളെ പ്രശ്നത്തിനോ ഇതിനൊന്നും അല്ല അവിടെ എന്ത് വരുന്നത്,
പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളെ എനർജി ഏത് എനർജിയിലാണ്. നമ്മളിപ്പോ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അത്രയും ലോ എനർജി ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. അതല്ല, ചില സിറ്റുവേഷനിൽ നമുക്ക് അല്ലെ അത്രയും ഭയങ്കര എന്ത് തന്നെയുള്ള കഠിനമായ അവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോഴും നമ്മൾ എനർജി ഹൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതൊരു പ്രശ്നമായിട്ട് തോന്നൂല്ല. നമുക്ക് എന്ത് ചെയ്യും, അത് ഈസിലി അതിൽ നിന്ന് പുറത്ത് കടക്കാനും പറ്റും. നമുക്ക് ഭയങ്കരമായിട്ട് അത് പെട്ടെന്ന് അതിൽ നിന്ന് മോചനം കിട്ടും. നമ്മള് ഈ ഹൃദയം മനസ്സ് ഇടുങ്ങിയതാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം പോലും വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യും. അതിനപ്പുറത്തേക്ക് മനസ്സ് വിശാലമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നമല്ല, വലിയ പ്രശ്നം വന്നാലും നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മളെ മനസ്സ് എത്രത്തോളം വിശാലമാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ വരുന്ന ഓരോ സാഹചര്യത്തെ, ഓരോ സിറ്റുവേഷനെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സ് വിശാലമാക്കാന്, നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ലൈഫ് തീരുന്നത് വരെ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് നമ്മളെ മനസ്സ് ഇങ്ങനെ എപ്പോഴും ശുദ്ധിയാക്കിക്കൊണ്ടേയിരിക്കണം. അതിങ്ങനെ ജീവിതം നമ്മൾ പലരും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്, എല്ലാവരും ഒരേ സാഹചര്യങ്ങളിലൂടെ അല്ല. അപ്പൊ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും വീണ്ടും അവിടെ വന്ന് എന്ത് വരും, പൊടി വന്നിട്ട് വീണ്ടും വീഴും. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മുടെ എനർജി അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്, നന്ദി പറയാന്നുള്ളത്. നന്ദി പറയാന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കണ്ടിട്ടില്ലേ, ഉള്ളവന് എപ്പോഴും ഉണ്ടാവും, ഇല്ലാത്തവന് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞത് ഉള്ളവർക്ക് എപ്പോഴും ഉണ്ടാവും, ഇല്ലാത്തവർക്ക് എന്താണ് ഉണ്ടാവേ ഇല്ല എന്നുള്ളത്. ആക്ച്വലി അവിടെ എന്താ പറയുന്നത്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവന് അത് ഉള്ളത് കൂടി എടുക്കപ്പെടും എന്നുള്ളത് ബൈബിളില് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഉള്ളവൻ എന്ത് ചെയ്യും, കൂടുതൽ ഉണ്ടാവും, ഇല്ലാത്തവൻ അത് ഉണ്ടാവും, ഉള്ളതും കൂടി എടുക്കപ്പെടും. അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ഉള്ള അവസ്ഥയിൽ നമ്മൾ എത്രത്തോളം, ഏതില്ലാത്ത അവസ്ഥയിലും ഏത് അവസ്ഥയിലും നമ്മൾ നന്ദിയുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ, ലൈൻ ചക്കർത്തും ലസീദന്നക്കും. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാണോ കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പറയുമ്പോൾ, നമ്മൾ ഏതില്ലാത്ത അവസ്ഥയിലും നമുക്ക് ഉള്ളതിന് നന്ദി പറയാൻ നമുക്ക് എപ്പോ സാധിക്കുന്നുവോ അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൈഫിൽ വിജയം നേടാൻ പറ്റുന്നത്. അത് ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ അവസ്ഥക്ക് നമുക്ക് നന്ദി പറയാൻ, അത് വെറുതെ നന്ദി പറയണം, ഇതിനും നന്ദി പറയണം എന്നാണല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നന്ദി പറയാനല്ല, ആ അവസ്ഥയിലും ഹൃദയം അറിഞ്ഞിട്ട് നമുക്ക് നന്ദി പറയാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിന് നമ്മൾ പരിശീലിക്കുക വേണം. അതിനാണ് ഈ മൈൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ് മതി നമുക്ക്. മൈൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണം. കാരണം അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രോസസ് അല്ല. നമ്മൾ ഡെയിലി ചെയ്ത് ഉള്ളിലെ കറകൾ ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോ നമ്മുടെ ഹൃദയത്തിലെ കറകൾ ഇങ്ങനെ ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ നമുക്ക് ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് നമുക്ക് നന്ദി പറയാൻ പറ്റും. ഏതൊരു സിറ്റുവേഷനും അല്ലെ, മനസ്സ് വിശാലമാകുന്നതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കുഞ്ഞതും നമ്മളെ പ്രശ്നങ്ങൾ വലിയതായിട്ടോ നമ്മൾ കാണുന്നുണ്ടാവുക. അതിനപ്പുറത്തേക്ക് നമ്മളെ പ്രശ്നങ്ങൾ ഒരു കുഞ്ഞതും നമ്മൾ അവിടെ വലുതാക്കുക, അതിൻ്റെ വലുതാക്കുക എന്ത്, നമ്മുടെ ക്രിയേറ്റർ. നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റർ ഏതെങ്കിലും ഒരു അറ്റത്ത് കൊണ്ടുവെക്കും. ക്രിയേറ്റർ ഏതെങ്കിലും ഒരു അറ്റത്ത് അവിടെ മൂലക്ക് അവിടെ കൊണ്ടുപോയി വെക്കും. നമ്മൾ കുറേ ദൂരത്ത് ഇവിടെ ആയിരിക്കും. അതിനപ്പുറത്തേക്ക് കണ്ട നാളത്തോളം അടുത്തുണ്ട് നമ്മുടെ ക്രിയേറ്റർ നമ്മളെടുത്തുണ്ട് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് പ്രശ്നങ്ങളെ ഇത്തിരി പോന്ന ഒരു ഡോട്ടാക്കി മാറ്റിയിട്ട് അതിന്റെ നമ്മൾ എന്ത് ചെയ്യാം, വലിയൊരു വട്ടാക്കിയിട്ട് അതിന്റെ നടുവത്തൊരു കുഞ്ഞു കുത്ത്. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. പേടിയായിക്കോട്ടെ, ആവശ്യമില്ലാത്ത ടെൻഷൻ ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, അതൊക്കെ കുഞ്ഞതാക്കി മാറ്റുക. അപ്പോഴേ ആ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം വലിയതാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാൻ, നമ്മൾ പറയലുണ്ടല്ലേ, ഞാനൊരു മനുഷ്യനല്ലേ, ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാൻ. നമ്മൾ മനുഷ്യന്മാരെന്തിനാ പറയല്, നമ്മളൊരു മനുഷ്യനാണെന്നുള്ളത്. മനുഷ്യന്മാർക്ക് കുറെ കഴിവുകളും അല്ലെ, ഒരുപാട് ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്, ബുദ്ധി കൊടുത്തിട്ടുണ്ട്, പഠിച്ചോനെ അതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല, നമ്മൾ ഏറ്റവും കുറവുകൾ കാണിക്കാനാ മനുഷ്യന്മാരെ നമ്മൾ എടുത്ത് പറയാം. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ലേ എന്ന് പറയല്. അതെ. അപ്പൊ നമ്മൾ എന്ന മനുഷ്യർക്ക് ഒരുപാട് കഴിവുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം.
അപ്പോഴാണ് യെസ് ഞാനൊരു മനുഷ്യനാണ് അല്ലെ, മൃഗങ്ങളെ പോലെ നമ്മൾ അധപതിച്ച് പോവാൻ പാടില്ല. നമുക്ക് ബുദ്ധിശക്തി തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുമ്പോൾ ആ ചിന്തകളിലൂടെ നമ്മൾ ഇത് എന്ത് ചെയ്യണം? അതെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടം എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും ബേസിക് ചിന്ത. അപ്പൊ ഞാൻ ഇന്നലത്തെ ഇതിൽ കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, എല്ലാത്തിന്റെ തുടക്കം ചിന്തയില്ല. ചിന്തയിൽ മാറ്റം വരുത്തിയാൽ മതി എല്ലാ കാര്യവും മാറ്റം വരുത്താൻ. അപ്പൊ ചിന്തയിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മാറുന്നു അല്ലെ. പ്രശ്നങ്ങളോ സാഹചര്യങ്ങളെയോ മറ്റു പുറമെയുള്ള ആളുകളെയോ അല്ല നമ്മൾ മാറ്റുന്നത്, നമ്മളെ ചിന്തകളിൽ മാറ്റം വരുത്തുമ്പോൾ ഇതിലൊക്കെ മാറ്റം വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വലിയൊരു ടൂളാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്, നന്ദി പറയാന്നുള്ളത്. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡോടുള്ള മെച്ചം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ഉള്ളതിന് നന്ദി നന്ദി പറഞ്ഞ് 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 നന്ദി എത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ വൈബ്രേഷൻ കൂട്ടാൻ പറ്റും. നമ്മള് എത്ര ലോലാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് അതും ഫസ്റ്റ് കുറച്ച് ദിവസം ചിലപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ഫീലും കിട്ടൂല. നന്ദി പറയാം, ഇതിപ്പോ എന്തിനാ എനിക്ക് എന്റെ കൈ തന്നതിന് നന്ദി, അല്ലെങ്കിൽ എന്റെ മക്കളെ തന്നതിന് നന്ദി, എനിക്കൊരു വീടുള്ളതിന് നന്ദി, ഇതൊന്നും ഫീല് കിട്ടൂല. പക്ഷെ ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വൈബ്രേഷൻ കൂട്ടാന്ന് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വേറൊരു പവർ എന്ന് വെച്ചാൽ നമ്മളെ മാഗ്നറ്റിക് പവർ കൂട്ടും. നമ്മളൊക്കെ ഒരു മാഗ്നറ്റാ, കാന്താണ്. നമ്മളെല്ലാ മനുഷ്യരും ഒരു കാന്ത, നമുക്കൊക്കെ ഒരു കാന്തിക ശക്തി ഉണ്ട്. ഈ കാന്തിക ശക്തി എന്തിനേയും ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഈ കാന്തിക ശക്തിക്ക്. നമ്മൾ എന്ന മാഗ്നറ്റിന് എന്തിനേയും ആകർഷിക്കാം. നമ്മളെ ഉള്ളില് എപ്പോഴും പേടി, ടെൻഷനും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ പരാതിയും പരിഭവം കൊണ്ട് നടക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയാനുള്ള അവസ്ഥകൾ നമ്മളിലേക്ക് നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മള് എന്ത് ചെയ്യും? നമ്മളെ സൃഷ്ടാവിന് അതിന്റെ പേര് കൊടുക്കും. എന്തിനാ എന്റെ പഠിച്ചോനെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ തന്നേ ചോദിക്കും. ആരാ വരുത്തി വെച്ചേ? ഫുള്ള് നമ്മളായിരിക്കും ഇതിന്റെ മെയിൻ ഇത് ഉണ്ടാവുക. എന്നിട്ട് കംപ്ലീറ്റ് ആരെ തലയെ കെട്ടി വെക്കും? പഠിച്ചോൻ കൊടുക്കും. നമുക്ക് നമുക്ക് അതിനൊക്കെ ഉള്ള ശക്തി കാര്യങ്ങൾ നമുക്ക് വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ അകം നന്നാക്കൂ, അപ്പൊ ഞാൻ നിങ്ങളുടെ പുറത്തെ അവസ്ഥ നന്നാക്കി തരാന്ന് പറയുമ്പോ അവിടെ നമുക്കുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു തരാം. എന്നിട്ട് എല്ലാം കൂടി അവിടെ കൊണ്ട് തലയിൽ കെട്ടി വെച്ചിട്ട് ഇതിപ്പോ പഠിച്ചോ എനിക്ക് വിധിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവും. അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. അപ്പൊ ചില ആളുകൾ ഉണ്ടാവും, എനിക്കത് സ്വയം നന്നാക്കാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് വരുന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. ഓക്കെ, പക്ഷെ അത് എനിക്ക് തന്നെ ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്, അതുകൊണ്ട് എനിക്ക് തന്നെ എന്ത് ചെയ്യും, അതൊക്കെ ശരിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പോകും. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് വീണ്ടും വരും, ഇല്ല അത് ശരിയാവണില്ല. അപ്പൊ അതിനുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും, ഇന്ന ടാസ്ക് ചെയ്യാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ടാസ്ക് ചെയ്യാൻ പറ്റൂല, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ എന്താ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനക്ക് ഉത്തരമായിട്ടായിരിക്കും ഈ ടാസ്ക് കിട്ടിയിട്ടുണ്ടാവുക. അത് മനസ്സിലാക്കൂല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന ഓരോ അറിവും അതിൻ്റെതായ വിലയോട് കൂടിയിട്ട് കാണുക, അത് നമ്മളെ ലൈഫിൽ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളെ വൈബ്രേഷൻ, നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നടന്ന്, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അപ്പൊ ഫസ്റ്റ് മെഡിറ്റേഷനിൽ കണ്ടാൽ നമ്മൾ അത്രത്തോളം നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്ന്, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പി, നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാണ്. ആ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട് വരുമോ? എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചിന്ത വരുമോ? ആ ഒരു മൊമെന്റ് ഒന്ന് ആലോചിക്കുമോ? ഒരിക്കലും വരില്ല. കാരണം നമ്മൾ അത്രയും ഹൈ വൈബ്രേഷൻ ഇല്ല, അവിടെ ഒരു നെഗറ്റീവ് തോട്ട് വരൂല, ഒരു നെഗറ്റീവ് ചിന്ത കാര്യങ്ങളൊന്നും വരൂല. അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ എത്തി വന്നു നോക്കും, എന്നാലും നമ്മൾ അത് മൈൻഡ് ആക്കൂല ചിലപ്പോൾ ചില ചിന്തകളും. പക്ഷെ പിന്നെ എപ്പോഴാണ് നമ്മൾ എനർജി ഇങ്ങനെ ലോ ആയിട്ട് ഇങ്ങനെ പോകുന്നത്, അപ്പോഴാണ് നമ്മൾ വീണ്ടും എന്തിലേക്ക് പോവാ? കൂടുതൽ കൂടുതൽ താന്ന് പോയിട്ട് വീണ്ടും പേടിയും ടെൻഷനും ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളും കടന്നു വരാം. അപ്പൊ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, ലൈഫിൽ നമ്മൾ ജീവിതത്തിലുടനീളം ഇന്ന് തൊട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മളെ ജീവിത അവസാനം വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ് എന്നുള്ളത്. അത് വെറും നാവ് അറിഞ്ഞിട്ട് ചെയ്താൽ പോരാ. അല്ലെ, താങ്ക് യു അൽഹംദുലില്ലാ നാവ് അറിഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്, ഹൃദയം അറിഞ്ഞ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി മുതൽ ടാസ്കുകൾ വരും, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ടാസ്ക് വരും. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്കുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എഴുതുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാളെ തൊട്ട് എല്ലാവർക്കും പുതിയൊരു ബുക്ക് വാങ്ങണം. ഇതുവരെയുള്ള ബുക്കൊക്കെ ഉണ്ടാവും, കുറെ എഴുതിയത് ഉണ്ടാവും, അല്ലെങ്കിൽ മക്കളെ ബുക്കിന്റെ ബാക്കി ബാക്കൊക്കെ എടുക്കും, അതൊന്നും വേണ്ട, പുതിയ ബുക്ക് തന്നെ എടുക്കാം.
പുതിയൊരു ബുക്ക്, കാരണം 2025 ഒരു പുതിയൊരു വർഷം, നമ്മളെ തന്നെ നമ്മളൊരു പുതിയതാക്കണം. അതുകൊണ്ട് പുതിയ പുസ്തകം തന്നെ വാങ്ങാം. വലിയ പുസ്തകമൊന്നും വാങ്ങണമെന്നില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചെറിയൊരു പുസ്തകം. നമ്മൾ 40 ദിവസത്തിന് നിങ്ങൾക്ക് 40 ദിവസം അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വാങ്ങിയാൽ മതി. ഇപ്പൊ ഒരു 40 ദിവസത്തിന് നമുക്ക് പറ്റുന്ന ഒരു ബുക്ക് വാങ്ങാം. അതിൽ വേറെയും കുറെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അത് അടുത്ത സെഷനിൽ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞുതരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാല് ആ ബുക്ക് നിർബന്ധമായിട്ടും അടുത്ത ദിവസം ഇന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വാങ്ങാം. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് അത്രത്തോളം നമ്മളെ വൈബ്രേഷന് നമ്മൾ അത്ര ഹൈ എനർജിയിൽ കൊണ്ടു നിർത്തും. നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ നന്മകളും കൂടുതൽ കൂടുതൽ സന്തോഷവും സമൃദ്ധിയും സമ്പത്തും എല്ലാം ആകർഷിക്കപ്പെടും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നമ്മളൊരു മാഗ്നറ്റ് ആണ്. നമ്മൾ എത്രത്തോളം ഹൈ വൈബ്രേഷനിൽ ഇരിക്കുന്നോ അല്ലെ, നമുക്ക് എല്ലാ സമയവും നമ്മൾ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം ഹൈ സ്റ്റേറ്റിൽ, നമ്മൾ എത്രത്തോളം ഉള്ളില് നന്ദി അല്ലെ, ഉള്ളിൽ ആ ഒരു നന്ദിയുടെ മനസ്സ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മൈൻഡ് നമ്മൾ എത്രത്തോളം ഉള്ളിൽ കൊണ്ട് നടക്കുന്നോ, ഉള്ളതിലും ഇല്ലാത്തതിനും അല്ലെ, നമ്മൾ ഏത് അവസ്ഥക്കും നന്ദി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസ്ഥകളെ നമ്മൾ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് പല പ്രാർത്ഥനക്കും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പറയും എന്താ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, കുറേ പ്രാർത്ഥിച്ചത് ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം കിട്ടുന്നില്ല. അത് ഉത്തരം കിട്ടാഞ്ഞിട്ടല്ല, ആ ഉത്തരത്തെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡി അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ലോ എനർജിയിൽ നിന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അത് വരുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ നിങ്ങൾ പാകപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരം ഇവിടെ ഓൾറെഡി ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം നമ്മളെ സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ കൈകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള, ആ കൈകളിലേക്ക് എത്താത്തത് നമ്മൾ അതിനെന്തല്ല പാകപ്പെട്ടിട്ടില്ല. അപ്പൊ അതിന് പാകപ്പെടണം എന്നുണ്ടെങ്കിൽ ആ ഉത്തരത്തിന്റെ അതിന്റെ വൈബ്രേഷൻ എങ്ങനെയാണോ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം. ആ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ ഇപ്പോഴും ലോല് കൊണ്ട് നിന്നിട്ട് ഇപ്പോഴും പരാതിയും പരിഭവം പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. നമ്മൾ ചെയ്യുന്നത് മൊത്തം ഫ്ലോപ്പായി പോകും. എവിടെ തൊട്ടാലും എന്ത് ചെയ്യും, അതങ്ങനെ പൊട്ടിപ്പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ പറയും ഏത് കാര്യമാണെന്നുള്ളത്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങൾക്ക്, ലൈഫിൽ ഇതുവരെ നിങ്ങളുടെ ലൈഫ് ചെറുപ്പം തൊട്ട് എടുക്കുക, ഇതുവരെ ഉള്ളതിലെടുക്കുക, ഉള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യത്തിനായിക്കോട്ടെ, നമ്മുടെ മക്കൾക്കായിക്കോട്ടെ, അല്ലെ, നമ്മളെ വീടിനായിക്കോട്ടെ, നമ്മളെ ഫാമിലിക്കായിക്കോട്ടെ, നമ്മുടെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയണം എന്ന് തോന്നുന്നുണ്ടോ അതിനൊക്കെ നിങ്ങൾ നന്ദി പറയാം. മീൻസ് അതെങ്ങനെ എഴുതന്നെ വേണം. എഴുതുക എന്ന് പറയുമ്പോൾ എഴുതുന്ന സമയത്ത് നമ്മളെ ന്യൂറൽ പാത്വേയില്, അതുപോലെ നമ്മളെ ബ്രെയിനില്, മൈൻഡിലേക്കൊക്കെ നല്ല രീതിയിൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്കൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതന്നെ വേണം. കുറെ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞ് എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഡേയ്സ് എഴുതന്നെ വേണം. ഒരു ഫസ്റ്റ് 3 മന്ത് നിങ്ങൾ എഴുതന്നെ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതിയില്ലെങ്കിലും നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ഫീൽ, ആ എനർജി, ആ വൈബ്രേഷൻ നമുക്ക് നമ്മളിൽ ഉയർത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ അതുവരെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യന്നെ വേണം. അപ്പൊ എന്തിന് അല്ലെ, നമുക്ക് ആർക്കൊക്കെ നന്ദി പറയാം, നമ്മുടെ സൃഷ്ടാവിനോട് പറയാം, നമ്മളെ ചുറ്റുമുള്ള ആളുകൾക്ക് പറയാം, എല്ലാവർക്കും പറയാം. അപ്പൊ എങ്ങനെ പറയാം അല്ലെ, എനിക്ക് എന്റെ ഡെയിലി നല്ല എന്താണ് എന്റെ ആവശ്യം, എന്റെ ശരീരത്തിന് എന്താ പറയാ, നമുക്ക് ശരീരത്തിന് എങ്ങനെ നന്ദി പറയാൻ പറ്റും അല്ലെ, എന്റെ ഡെയിലി ആയിട്ടുള്ള എല്ലാ ദൈനംദിന ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് എന്റെ ആരോഗ്യത്തിന് നന്ദി അല്ലെ, എന്റെ നല്ല ആരോഗ്യം തന്ന എന്റെ സൃഷ്ടാവിന് നന്ദി. ഇങ്ങനെ നമുക്ക് ഓരോരുത്തരോട് നന്ദി പറയാം. അപ്പൊ നമ്മളെ ലൈഫിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മളെ പാരന്റ്സ് ഉണ്ടാവും, നമ്മളെ ഹസ്ബൻഡ്, വൈഫ്, അതുപോലെ മക്കള്, അങ്ങനെ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. ഓക്കെ. അപ്പൊ ഈച്ച് ആൻഡ് എവറി മൊമെന്റിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ ഓരോ മൊമെന്റും നമുക്ക് ബ്ലെസ്ഡ് ആണ്. നമുക്ക് കിട്ടിയ സമയത്തിന്, നമുക്ക് കിട്ടിയ അറിവിന് നമുക്ക് നന്ദി പറയാം അല്ലെ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ അറിവ് കിട്ടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്ക് വേണം, കറണ്ട് വേണം, നിങ്ങളെ ആരോഗ്യം വേണം, ഇതുപോലെ വന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, നിങ്ങളെ കാഴ്ച ശക്തി വേണം, നിങ്ങളെ കേൾവി ശക്തി വേണം. ഇതൊന്നും ഇല്ലാണ്ട്, ഇതൊന്നും കിട്ടാണ്ട് ഇരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുണ്ട് എന്നുള്ളതൊന്ന് ആലോചിക്കാം. അപ്പൊ നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ളത് നമ്മൾ ആലോചിക്കും. നമ്മൾ നമ്മളൊക്കെ ഉള്ളവരിലേക്ക് നോക്കും. പക്ഷെ ഓർക്ക് അത് കിട്ടി, ഇവർക്ക് ഇത് കിട്ടി, അവർക്ക് അങ്ങനെ, ഇവർക്ക് ഇങ്ങനെ, പക്ഷെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്കൊരു കഴിവില്ലാലോ, ഈ രൂപത്തിൽ എന്ത് ചെയ്യും നമ്മള് അല്ലെ, നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മളിങ്ങനെ താന്ന് പോയി നമുക്കൊന്നുമില്ല, ഇല്ല 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 എന്നുള്ള തോട്ട് ഇങ്ങനെ നമ്മളെ വീണ്ടും വീണ്ടും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന് പകരം നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള തോട്ട് നമ്മളെ ഉള്ളിൽ കൊണ്ടുവരണം.
പറഞ്ഞ നിങ്ങളെ ഉള്ളിൽ ഏത് വൈബ്രേഷൻ ആണോ അതിങ്ങനെ നിങ്ങൾ കാന്തത്തെ പോലെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ ഏത് വൈബ്രേഷനിൽ, അപ്പൊ എപ്പോഴും പ്രശ്നമുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങൾ ഉള്ളിലേക്ക് നോക്കുക. ഉള്ളിൽ എന്താ അവസ്ഥ? ഈ പ്രശ്നത്തെ പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞിരിക്കുകയാണോ? യെസ്, വീണ്ടും വീണ്ടും പരാതി പറയാൻ നിങ്ങളിലേക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ആ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അത് മാറ്റി ആ വാതിൽ അങ്ങ് അടച്ചിട്ട് എന്ത് ചെയ്യാം? നന്ദിയുടെ വാതിൽ തുറന്നു കൊടുക്കുക. നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഉള്ളതിനും ഇല്ലാത്തിനും തന്നതിനും തരാത്തതിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് നമ്മളെ വൈബ്രേഷൻ കൂട്ടും. നമ്മളെ വൈബ്രേഷൻ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ഏത് അവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ ഏത് ഡിപ്രഷനിലായിക്കോട്ടെ, നിങ്ങൾ ഏത് അല്ലെ ഭയങ്കരമായിട്ട് ചിന്തകൾ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത വന്നിട്ട്, അല്ലെങ്കിൽ അസുഖത്തിന്റെ സമയത്തായിക്കോട്ടെ, ആ അസുഖം തന്നതിനും അല്ലെ എന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനും എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവും എന്ന് ആലോചിച്ചിട്ട് അതിന് നന്ദി പറയാൻ നോക്കുക. ആ സമയത്തുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ ആ അസുഖം വരുന്ന സമയത്ത് നമ്മളൊന്ന് കിടക്കും. അപ്പോഴായിരിക്കും നമ്മളൊന്ന് റെസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക നമ്മളെ ബോഡിക്ക്. അത് വരെ ഓടിപ്പാഞ്ഞ് നടക്കായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആ ഒരു അവസ്ഥക്ക് നമുക്ക് അതിന് നന്ദി പറയാം. അങ്ങനെ ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോ അത് ഡെയിലി ഒരു 10 എന്നെങ്കിലും നിങ്ങൾ മോർണിംഗിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മോർണിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് രാവിലത്തെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, മീൻസ് പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രെയറോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇനി നമുക്ക് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ വരും. അപ്പൊ മെഡിറ്റേഷൻ വരുന്ന സമയത്ത് രാവിലെ എണീറ്റ ഉടനെ മെഡിറ്റേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ രാവിലെ പ്രെയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 10 തവണ പല കാര്യങ്ങൾക്ക്, ഒരേ കാര്യങ്ങൾ എഴുതണ്ട, 10 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റത്തെ നിങ്ങളെ നോട്ട്ബുക്കില് ഫസ്റ്റത്തെ ഒരു 4-5 പേജെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിച്ചിടുക. അവിടെ എഴുതണ്ട. 5 പേജ് വിട്ടിട്ട് നിങ്ങൾ എഴുതി തുടങ്ങാം. നാളെ തൊട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. അപ്പൊ ഇന്ന് തന്നെ നോട്ട്ബുക്ക് കാര്യങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? എഴുതി തുടങ്ങാം. അപ്പൊ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ. ഞാൻ എന്തിനാണ് നന്ദി പറയുന്നത്, എന്ത് കാര്യത്തിനാണ് എന്നുള്ളത് എഴുതണം. ആരോടാണെന്നുള്ളത് അവിടെ പറയണം. അല്ലെ, എന്റെ സൃഷ്ടാവിനോട്, അല്ലെ, എനിക്ക് ആരോഗ്യം തന്ന എന്റെ സൃഷ്ടാവിനോട് നന്ദി പറയുന്നു. ആ ആരോഗ്യം നമ്മൾ എന്തിനൊക്കെ ചെലവഴിക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടുത്താം. ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അത് മോർണിംഗിലാണ് എഴുതേണ്ടത്. ഇനി മോർണിംഗ് അത്രയും സമയം കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോർണിംഗ് മാത്രം ആക്കണം എന്നില്ല. 10 എന്നുള്ളത് ഞാൻ മിനിമം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഒരു ദിവസം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എഴുതാം. എത്രത്തോളം നിങ്ങൾ എഴുതുന്നുവോ അത്രത്തോളം നിങ്ങളെ വൈബ്രേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ എനർജി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതിക്കൊണ്ടേയിരിക്കുക. മാക്സിമം നിങ്ങൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്, ഇനി എഴുതാൻ പറ്റുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് എന്റെ ലൈഫിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ളത്, ആ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളത്. കാരണം അത്രത്തോളം പവർ ഉള്ളതാണ്. നമ്മൾ പറഞ്ഞു, ഞാൻ മാഗ്നറ്റിക് പവർ, നമ്മളിലെ മാഗ്നറ്റിക് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്. നമ്മൾ സ്ഥിരമായിട്ട് ഇത്രയും കാലം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മളെ നാവ് മാത്രം അറിഞ്ഞിട്ടുള്ളായിരുന്നു, നമ്മളെ ഹൃദയം അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് നമ്മൾ ഹൃദയം അറിഞ്ഞ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഓരോ കോശവും ഓരോ ഞരമ്പുകളും അത് അറിയുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ വേണം എഴുതാൻ. നമ്മളൊരു ചിന്ത, നമ്മളൊരു സംസാരം, അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും അറിയുന്നുണ്ട്. ഓരോ കോശത്തിലും അതിന്റെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു താങ്ക് യു മനസ്സറിഞ്ഞ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ആ താങ്ക് യു ഉള്ളതാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഞരമ്പും ആ എന്താണ് താങ്ക് യുവിന്റെ വൈബ്രേഷനിലാണ്. നിങ്ങളുടെ ഓരോ കോശങ്ങൾ, കോടാനുകോടി കോശങ്ങൾ നമുക്കുണ്ടാവും, ഓരോ കോശവും ആ താങ്ക് യുവിന്റെ വൈബ്രേഷനിലാണ്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ മൊത്തം ഒരു താങ്ക് യു പറയുന്ന സമയത്ത് നമ്മൾ എത്ര താങ്ക് യു പറയുന്ന എഫക്റ്റ് ആണ് കിട്ടുന്നത്, അല്ലെ? ഒരു കോടിക്കണക്കിന് കോശങ്ങൾ നമുക്കകത്തുണ്ട്. ഒരു താങ്ക് യു പറയുന്ന സമയത്ത് നമ്മുടെ കോശങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന ആലോചിച്ചൊക്കെ. നമ്മളെ കൂടെ ഈ എല്ലാ കോശങ്ങളും ഒരു താങ്ക് യു പറയുന്ന സമയത്ത് എല്ലാവരും അതേ വൈബ്രേഷൻ. ഇപ്പൊ 1 കോടി തവണ താങ്ക് യു പറഞ്ഞ എഫക്റ്റ് ആണ് നമ്മൾ ഒന്ന് പറയുമ്പോൾ വരുന്നത്. അതൊന്ന് ഫീൽ ചെയ്തിട്ട് എഴുതി നോക്കിയാൽ നമ്മളെ ഞരമ്പുകളിൽ ഓരോ ഞരമ്പും ഓരോ കോശത്തിനകത്തും ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ താങ്ക് യുന്റെ ആ ഒരു എനർജി ആ ഫീലിൽ ഇരുന്നിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ